കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണിത്. ഈ ഗാർഡനിൽ വന്നതല്ലാതെ അന്ന് ഇവിടുന്ന് വാങ്ങിയ പ്ലാന്റ്സ് ഒന്നും നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നല്ലോ. ഇവിടെ റോസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കൂടുതലും. വേറെയും പ്ലാന്റ്സ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണ് മൊത്തം റോസാപ്പൂക്കളിലായിരുന്നു. നമ്മൾ ആദ്യം എടുത്തത് ഈ ഒരു റോസാണ്. ഒരുപാട് ഇതളുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതിന് 70 രൂപയായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് റോസാണ് എടുത്തത്. ഇതിൻ്റെ പൂവിന് നല്ല സ്മെല്ലായിരുന്നു. പിന്നെ കാണാനും തൊടാനും നല്ല പഞ്ഞി പോലത്തെ പൂക്കളായിരുന്നു. ഇതിന് 80 രൂപയായിരുന്നു. പക്ഷേ അവിടെ മിക്ക റോസുകൾക്ക് 70 രൂപയാണ് കേട്ടോ. ചില റോസിന് മാത്രമേ ഇതുപോലെ വിലയിൽ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു റോസാണ് എടുത്തത്. ഇത് ബട്ടൺ റോസിൻ്റെ എന്തോ വെറൈറ്റിയാണ്. റെഡ് കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതും 70 രൂപയായിരുന്നു. പിന്നെ നമ്മൾ 100 രൂപയുടെ ഈ ഒരു ഓർക്കിഡ് റോസ് വാങ്ങിച്ചു. ഇതിൽ ഫ്ലവറിങ് ആയിട്ടില്ലായിരുന്നു, ബട്ട് നല്ല പ്ലാന്റ് ആണ്. ഇത് മാത്രം കാക്കൂൻ്റെ സെലക്ഷൻ ആയിരുന്നു. അതാണ് ഫ്ലവർ അല്ലാതെ പ്ലാന്റ് നോക്കി എടുത്തിരിക്കുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഓർക്കിഡ് റോസിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് പൂക്കൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ. പിന്നെ ഉമ്മാക്ക് വേണ്ടി ഈ ഒരു മുല്ല എടുത്തു. കുറച്ചായി ഉമ്മ ഒരു മുല്ലത്തൈ വേണമെന്ന് പറയുന്നു. ഇതിന് 50 രൂപയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടുന്ന് കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ഇടാം കേട്ടോ. സമാധാനമായി ഒരിടത്തിരുന്ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വന്ന ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് വീഡിയോ എടുക്കാൻ. അല്ലെങ്കിലും എൻ്റെ ഏതാഗ്രഹത്തിനും എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ പടക്കമൊക്കെ പൊട്ടിക്കണം എന്നുള്ളത്. അതേതായാലും ഈ വിഷുവിന് അങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു. എന്നും വെച്ച് അങ്ങനെ കാര്യമായി പൊട്ടുന്ന പടക്കങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കമ്പിത്തിരി, പൂത്തിരി, നിലച്ചക്രം അത്രയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങിയതിൽ 1-2 എണ്ണം നല്ല സൗണ്ടിലാണ് പൊട്ടിയത്. പൊട്ടുന്ന പടക്കമൊന്നും നമ്മൾ വാങ്ങിയില്ലെങ്കിലും പൂത്തിരി 2 എണ്ണം നല്ല രീതിയിൽ പൊട്ടിയിരുന്നു. അതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളെന്തായാലും ഇനി അടുത്ത കാലത്തൊന്നും പടക്കം വാങ്ങി പൊട്ടിക്കുമെന്ന് തോന്നുന്നില്ല.